الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചു വരുന്നത് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിക്കേണ്ടായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സംഭവിച്ച പ്രയാസകരമായ ചില സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മുഖവുരയായിരുന്നു. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇനിയുള്ള ആഴ്ചകളിൽ സംസാരിക്കുവാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കുഴപ്പങ്ങളാണ് പലപ്പോഴും മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ചരിത്രഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിക്കാറുള്ളത്. 12 വർഷം ഭരിച്ച ഖലീഫയുടെ റളിയല്ലാഹു അൻഹു അവസാന കാലഘട്ടത്തിലെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിലാണ് പ്രയാസങ്ങളുണ്ടായത്. തുടക്കത്തിലെ 3/4 ഭാഗവും മഹാഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഭരണമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത്. എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചാണ് ചരിത്രകാരന്മാർ കാര്യമായി സംസാരിക്കാറുള്ളത്. കാരണം അതിൻ്റെ സ്വാധീനം പിന്നീട് ഇസ്ലാമിക ലോകത്ത് അത്ര ആഴത്തിലുള്ളതായിരുന്നു എന്നതുകൊണ്ടാണ്. അത് ഖിയാമത്ത് നാൾ വരെ കെട്ടടങ്ങാൻ പോകുന്നതുമല്ല. അതിന് മാത്രം വലിയ ഫിത്നയായിരുന്നു ആ കാലഘട്ടത്തിൽ ചില ആളുകൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടത്തിവിട്ടത്. അള്ളാഹു അതിൻ്റെ ശർറിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ച അവൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് മനുഷ്യന്മാർ വ്യത്യസ്ത ചിന്താഗതിക്കാരും വീക്ഷണക്കാരും ബുദ്ധിയുള്ള ആളുകളുമായി തീരുക എന്നത്. വ്യത്യസ്ത മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ചിന്താധാരക്കാർ അവരെല്ലാം ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമത്തിൻ്റെ ഭാഗമാണ്. ഖളാഉൻ കൗനി, പ്രാപഞ്ചിക തീരുമാനത്തിൻ്റെ ഭാഗമാണ്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളും മുഅ്മിനീങ്ങൾ മാത്രമാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതല്ല. എല്ലാ ആളുകളും ഇവിടെ ഉണ്ടാവുക എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. പക്ഷേ അതിൻ്റെ പേരിൽ വിശ്വാസികളാവാൻ നിങ്ങളൊരാളെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു. നമ്മളോടുമുള്ള കൽപ്പനയാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവർക്ക് ഈമാൻ ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് നിഷേധികളായി മാറാം. പക്ഷേ വിചാരണ ഓരോരുത്തരുടെയും തക്ലീഫിൻ്റെ ബാധ്യത അനുസരിച്ച് അവർക്ക് പിന്നീട് ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണത്. ദുനിയാവിലെല്ലാ ആളുകളും വിശ്വാസികളാവുക, ആർക്കും പ്രയാസമില്ലാതിരിക്കുക എന്നതായിരുന്നുവെങ്കിൽ പിന്നെ ഈമാനിന് പ്രസക്തിയില്ല. അതാണ് മലക്കുകളുടെ ലോകം.
അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ. അവർക്കിടയിൽ ഗ്രൂപ്പിസമില്ല, അവർക്കിടയിൽ കക്ഷി മത്സരങ്ങളില്ല, കൊലപാതകങ്ങളില്ല. അതുകൊണ്ടാണല്ലോ മലക്കുകൾ ചോദിച്ചത്, എന്തിനാണ് ഭൂമിയിൽ കലാപവും ഫിത്ന ഉണ്ടാക്കാനുള്ള മനുഷ്യന്മാരെ പടക്കുന്നത് എന്നാണ്. അപ്പൊ അതിനായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പ്രത്യേക സൃഷ്ടികളുണ്ട്. എന്നാൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ജീവിക്കാനും അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ വിശ്വാസികളായി മാറാൻ വേണ്ടിയുമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലത്ത് മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ പിന്നീട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുകയില്ല. അതിനുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അവരുടെ മുന്നിൽ അവർ കാണും. എന്നിട്ടും ഈമാനിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? അവര് മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ തീർന്നു, ഇനി പ്രയാസമൊന്നുമില്ല എന്നവരാരെങ്കിലും, പ്രയാസം ഉണ്ടാവുകയില്ല എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു വിശ്വാസികൾക്ക് നൽകും, ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ തോതനുസരിച്ച്. അമ്പിയാക്കൾക്ക് വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. പിന്നീട് അതിനോടടുത്ത് ഈമാനുള്ള ആളുകൾക്കൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ് ഖുർആനിലൂടെ. അപ്പൊ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിൽ വിജയികളാവുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതവും മരണവും നിശ്ചയിച്ചത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഖലീഫമാര് വന്നു, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി. പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കൂല. അങ്ങനെ ഇസ്ലാമിക രാജ്യം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിരുന്നു, അതവർക്കുള്ള പരീക്ഷണങ്ങളായിരുന്നു. ഈമാനിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, അമ്മാറിനെ, സുമയ്യയെ റളിയല്ലാഹു അൻഹു മജ്മഈൻ, അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരിടാൻ ഒരുപക്ഷെ പിന്നീടുള്ള പ്രയാസങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. കാരണം പിന്നീട് വരാൻ പോകുന്നത് ഈമാനിന്റെ വിഷയത്തിൽ അതിലേറെ വലിയ ഫിത്നകളും പരീക്ഷണങ്ങളുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ പിന്നീട് കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിശ്വാസികൾക്ക് വിജയം ഉണ്ടാകും, മുഅ്മിനീങ്ങൾക്ക് രക്ഷയുണ്ടാകും, ചിലപ്പോൾ അവർക്ക് പരീക്ഷണം ഉണ്ടാകും. അത് അവിശ്വാസികളിൽ നിന്നാവാം, വിശ്വാസികളിൽ നിന്ന് തന്നെയാവാം, മുനാഫിക്കുകളിൽ നിന്നാവാം, യഹൂദന്മാരിൽ നിന്നാവാം, അഹ്ലു കിതാബിൽ നിന്നാവാം, ഭരണാധികാരികളിൽ നിന്നാവാം. എവിടുന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാലയുഗത്തുകളാവാം. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. പലപ്പോഴും യുദ്ധങ്ങളിലും മറ്റുമൊക്കെ വിശ്വാസികൾക്കുണ്ടാകുന്ന പരാജയം പല ആളുകളെയും സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ദാലിക വലൗ യശാഉല്ലാഹു ലന്തസറ മിൻഹും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അള്ളാഹു സഹായിക്കുമായിരുന്നു. വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅദിൻ. പക്ഷേ നിങ്ങളെ പരസ്പരം പരിശോധിക്കാൻ വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വിശ്വാസികൾക്ക് കാഫിറുകൾ ഒരു പരീക്ഷണമാണ്, സത്യനിഷേധികൾക്ക് മുഅ്മിനീകൾ പരീക്ഷണമാണ്, തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ അള്ളാഹു ജീവിതത്തിൽ വെച്ചതാണ്. അങ്ങനെ ആ പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈമാൻ ഒരേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ മുന്നോട്ട് പോകുമെന്ന് ആരും വിചാരിക്കണ്ട. എത്ര അത് ഏതൊക്കെ രാജാക്കന്മാരും പ്രവാചകന്മാരും ഖലീഫമാരും നല്ല രൂപത്തിൽ എത്തിച്ചാലും വീണ്ടും അവിടെ ഫിത്നകളും പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികളുടെ നിലവാരത്തിലേക്ക് ഉയർന്ന് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവരാരാണ് എന്ന് പരിശോധിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം അതായിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ രൂപത്തിലാണ്. പരീക്ഷണമില്ലാതെ ഒരു വിഭാഗവും രക്ഷപ്പെടുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ അള്ളാഹുവും അവന്റെ പ്രവാചകരും നമ്മളെ പഠിപ്പിക്കുന്നത്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഷർറിലൂടെ മാത്രമല്ല, ഫിത്ന എന്ന് കേൾക്കുമ്പോഴേക്ക് കുഴപ്പങ്ങളെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടി വരും. അള്ളാഹു പറയുന്നത് ബിശ്ശർരി വൽ ഖൈരി, നന്മ നൽകിക്കൊണ്ടു അള്ളാഹു നിങ്ങളെ പരിശോധിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി, ആരോഗ്യം, സൗന്ദര്യം, ഇസ്ലാമിന്റെ കെട്ടുറപ്പ് എല്ലാം നൽകി തന്നിട്ട് പിന്നെ അള്ളാഹു പരിശോധിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, ഏതൊക്കെ തരത്തിലാണ് അള്ളാഹു പരീക്ഷിക്കുക എന്നത് പറയാൻ പറ്റൂല. ഇതാണ് ആദ്യമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ
സംസാരിക്കുന്നതിന് മുമ്പിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച അവസരം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിച്ച് വിജയികളായി മാറുക. ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വിശ്വാസികൾ ജീവിക്കുന്നത്, അവിടെ എങ്ങനെ ഇസ്ലാമികപരമായി ജീവിക്കണം എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ അടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളിൽ അതങ്ങനെ ആയാൽ മതിയായിരുന്നു, നല്ല ഖിലാഫത്ത് ഉണ്ടാവണം, അവിടെ ഭരണം വേണം, ഇവിടെ എങ്ങനെയാവണം എന്ന ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് അള്ളാഹുവിന് ഉബൂദിയത്ത് തഹ്കീക്ക് ചെയ്തുകൊണ്ട് ശരിയായ ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കുകയും അത് പ്രാവർത്തിയാക്കുകയും ചെയ്യാം. അതായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഒരു ഖൈർ അവന് ലഭിച്ചാൽ ശക്കറ ഫക്കാന ഖൈറൻ ലഹു, അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും, അള്ളാഹുവിനെ ശുക്ർ ചെയ്യും, അതവന് നല്ലതായി മാറും, പ്രതിഫലമായി. നല്ല കാര്യം ലഭിച്ചാൽ, ഒരു മുസീബത്ത് അവനെ ബാധിച്ചാലോ സ്വബറ, അവൻ ക്ഷമിക്കുകയും അങ്ങനെ അവന് അള്ളാഹു അതിലൂടെ പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പൊ ഏതാണെങ്കിലും, പരീക്ഷണാണെങ്കിൽ ക്ഷമിക്കുക, നിയമത്താണെങ്കിൽ ശുക്ർ ചെയ്യുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യങ്ങളെ ചുരുക്കി ഒരു ഒറ്റ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രവേശിക്കുന്നത് ഇസ്ലാമിക രാജ്യം ഖിലാഫത്തുർ റാഷിദ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴേക്ക് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആധുനിക രാഷ്ട്രങ്ങളുടെ കണക്ക് പ്രകാരം 10-60 രാജ്യങ്ങൾ നിലനിൽക്കുന്ന ഭൂപ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിലായി മാറി. അവിടെയുള്ള വ്യത്യസ്ത ശുഊബുകൾ, ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങളായി മാറി. അങ്ങനെ വലിയൊരു ഖൈറിലാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴേക്ക് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തേക്ക് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ റസൂലിനെ വരവേറ്റത് അൻസാരികളായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് ആളുകളുണ്ടായിരുന്നു, യഹൂദന്മാരെയും അഹ്ലു കിതാബിനെയും അല്ല പറയുന്നത്, മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും അഭിനയിച്ച് നടക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ. അവരുടെ പേരാണ് മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയ കുറച്ച് വിഭാഗമായിരുന്നു അവർ, കപട വിശ്വാസികൾ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പള്ളിയിൽ വരും, യുദ്ധത്തിൽ പങ്കെടുക്കും, ഏതൊക്കെ അത്യാവശ്യ രംഗങ്ങളുണ്ടോ, സന്നിഗ്ധ ഘട്ടങ്ങളുണ്ടോ, അവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് ഉപദ്രവം വരുത്താൻ യാതൊരു കുറവും അവർ വരുത്തൂല. മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടാക്കാൻ പറ്റും ആ കാര്യത്തിൽ അവർ ബദ്ധശ്രദ്ധരാണ്. ഖുർആനിൽ അവരെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. 2-ാമത്തെ അധ്യായം സൂറത്ത് അൽ-ബഖറ, ആദ്യത്തെ 5 ആയത്തുകളിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, പിന്നെ 4 ആയത്ത്, അതായത് ആകെ 5 ആയത്തുകൾ മുത്തഖീങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. പിന്നെ 5 കഴിഞ്ഞാൽ 6 മുതൽ 20 വരെ മുനാഫിക്കുകളെ പറ്റിയാണ് പറയുന്നത്, 3 ഇരട്ടി. മുത്തഖീങ്ങളുടെ സ്വഭാവം പറഞ്ഞിട്ട് പിന്നെ കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരുടെ അപകടം അത്ര ഡേഞ്ചറാണ്. ഈമാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കാപട്യത്തെയും നമ്മൾ തിരിച്ചറിയണം എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു നിഫാഖിൽ നിന്നും കാപട്യക്കാരിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അവരുണ്ടാക്കുന്ന മുസീബത്ത് ഓരോ കാലഘട്ടത്തിലും ഉമ്മത്തിന് അനുഭവിക്കേണ്ടി വരും. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. മുസ്ലിം കാനേശുമാരി മുസ്ലിമിന്റെ പേരും വെച്ച് ഇസ്ലാമിന് അവർ കൊണ്ടുവരുന്ന ഉപദ്രവങ്ങളാണ് ശത്രുക്കൾ, ദൈവാരാധകരും അവിശ്വാസികളുമായ ആളുകൾ ഏൽപ്പിക്കുന്ന മുറിവിലേറെ ഏറ്റവും പരിക്കേൽപ്പിക്കുന്നവര് കാപട്യക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എങ്ങനെയായിരുന്നു? ഉഹദ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവിടെ അവിശ്വാസികളുമായി മുഖാമുഖം നിൽക്കുമ്പോഴാണ് സൈന്യത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം ആളുകളെയും കൂട്ടി ഉബയ്യ് ഇബ്നു സലൂൽ മടങ്ങിപ്പോന്നത്. ഖന്തക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ വഞ്ചിക്കാൻ നോക്കി. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് അതൊക്കെ ഖുർആനിലൂടെ അള്ളാഹു ഓരോ സന്ദർഭങ്ങളിലും അവരുടെ രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് പേടിയായിരുന്നു എന്നാണ്. യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. കാപട്യക്കാരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചുകൊണ്ട് ആയത്ത് എപ്പോഴാ ഇറങ്ങുക എന്നുള്ള ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്തൊക്കെ പ്ലാനാണുള്ളത് അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിലൂടെ നൽകും ഓരോ ഘട്ടങ്ങളിലും. അതുകൊണ്ടാണല്ലോ തബൂക്ക് യാത്രാവേളയിൽ യുദ്ധത്തിലേക്കുള്ള പ്രയാണത്തിൽ വഴിയിൽ വെച്ച് മുഅ്മിനീങ്ങളെ പരിഹസിച്ചു കപടവിശ്വാസികള്. അവര് ആ കാര്യം പിടിക്കപ്പെട്ടപ്പോ സത്യം ചെയ്തു പറഞ്ഞു, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, പരിഹസിച്ചതല്ല. ഉടനെ അള്ളാഹുവിന്റെ അടുത്തുള്ള ആയത്തിറങ്ങി, നിങ്ങൾ ഇനി നിഷേധിക്കേണ്ടതില്ല, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വാസത്തിലേക്ക് മാറിയിട്ടുണ്ട്, ലാ തഅ്തദിറു,
നിങ്ങൾ ഇനി ഒഴിവ് കഴിവ് പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ രംഗത്തും നമ്മളത് കാണുകയാണ്. ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടുകൂടി ഇല്ലാതെയായോ? അവര് വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവരെ പറ്റി അറിയാൻ നമുക്ക് മാർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഹിയിലൂടെ ഇന്ന ആളുകൾ മുനാഫിക്കുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ചിരുന്നു. റസൂലുള്ളാഹി അത് പ്രൈവറ്റ് സ്വകാര്യ വാർത്തകളുടെ സൂക്ഷിപ്പുകാരൻ അമീനുസിർ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന് പല ആളുകളുടെയും പേര് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന ആളുകളൊക്കെ കപടവിശ്വാസികളാണ്. ശരി, അതിനുശേഷമുള്ള തലമുറയിൽ കാപട്ടിക്കാരുണ്ടാവോ? ഉണ്ടാവും. ഖിയാമത്ത് നാളാവുമ്പോഴേക്ക് എമ്പാടും കാപട്ടിക്കാരുണ്ടാവും. അവരുടെ ഫിത്ന ആദ്യകാലത്തുള്ളതിലേറെ വർദ്ധിക്കുകയും ചെയ്യും. പക്ഷെ അത് തിരിച്ചറിയാൻ വഹി നമ്മൾക്കില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും മാനദണ്ഡത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഇന്ന ആളുകളൊക്കെ കാപട്ടിക്കാരായി പ്രവർത്തിക്കുന്നു എന്ന്. എന്നാൽ അവരെ കാപട്ടിക്കാരായി മുദ്രകുത്തി അവരെ നേരിടാനുള്ള അനുവാദവും നമ്മൾക്കില്ല. ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അവരുടെ ഫിത്നയായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന സഹായിമാർക്കിടയിലും അതിനുശേഷം ഇന്ന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യുന്ന, ഇന്നും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്ന ഫിത്നകളുടെയൊക്കെ ഒരു പ്രധാന വേഷം ഈ മുനാഫിക്കുകൾ കാപട്ടിക്കാരാണ് നിർവഹിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു സംഗതി, മുസ്ലിങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹം, അത് വൻ വിജയങ്ങളായിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ വൻശക്തികളെ മുസ്ലിമുകളെ കീഴ്പ്പെടുത്തി. റോമാക്കാരെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി. അവരുടെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തെ തകർത്ത് അവരുടെ ഭരണപ്രദേശങ്ങളെല്ലാം പിടിച്ചടക്കി. പേർഷ്യൻ സാമ്രാജ്യത്തിനെ എന്നേക്കുമായി മുസ്ലിങ്ങൾ നിഷ്കാസനം ചെയ്തു. അവരുടെ മഹാഭൂരിഭാഗം പ്രദേശവും ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ആഫ്രിക്കൻ വൻകരയും മുസ്ലിങ്ങൾ കീഴടക്കി. പിന്നീട് യൂറോപ്പിലേക്ക് അവർ പ്രയാണം തുടരുക. കപ്പല് നാവികസേനയൊക്കെ രൂപീകരിച്ച് അങ്ങോട്ടുള്ള മുന്നേറ്റത്തിലാണ്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഭൗതികമായ സൗകര്യങ്ങൾ ലഭിക്കാനുള്ള വലിയ മാർഗമായി മാറി. ഓരോ പ്രദേശത്തും വിശ്വാസികൾ കീഴടക്കുമ്പോൾ അവിടേക്കുള്ള സാമ്രാജ്യത്തിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സ്വത്തും സമ്പത്തും ഇസ്ലാമിക ഖജനാവിലേക്ക് വരികയാണ്. അത് എല്ലാവർക്കും തുല്യമായി വീതിക്കുന്ന കൂട്ടത്തിൽ ആദ്യകാല മുസ്ലിമുകൾക്ക് അവരുടെ തോതനുസരിച്ച് അവർക്ക് വർധനവോടുകൂടിയാണ് ലഭിക്കുന്നത്. അത് അവരെയൊക്കെ സമ്പന്നരാക്കി മാറ്റി എന്നുള്ളതാണ്. അവരിൽ മിക്ക ആളുകളും പല പ്രദേശങ്ങളിലും ഭരണാധികാരികളായി മാറി, അമീറുമാരായി മാറി. അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സമ്പത്ത് വല്ലാത്ത സ്വാധീനം ചെലുത്തി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിയപ്പോൾ നല്ല തിരക്ക് പള്ളിയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ഉബൈദ അൽ ജറാഹ് ബഹ്റൈനിൽ നിന്ന് വന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ സഹായിമാർ പറഞ്ഞു, അതെ, അൻസാരികൾ മദീനയിൽ വെച്ചാണ്, അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഞാനും ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ ഓരോ മിന്നലാട്ടം മുഖം കാണിച്ചിങ്ങനെ പോവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ ഫഖറ അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങളെ പേരിൽ പേടിക്കുന്നത് ദാരിദ്ര്യത്തെയല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുഫ്തഹ അലൈക്കുമുദ് ദുനിയാ, നിങ്ങൾക്ക് അള്ളാഹു ഭൂമിയിലെ വിഭവങ്ങൾ തുറന്നു തരുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. പട്ടിണിയായി നിങ്ങൾ മരിച്ചു പോകുന്നതിനെയല്ല ഞാൻ ഭയപ്പെടുന്നത്. മറിച്ച് അള്ളാഹു അവന്റെ നിയമത്തുകൾ നിങ്ങൾക്ക് തുറന്നു തരികയും നിങ്ങളുടെ മുന്നിലുള്ള ആളുകൾ, നിങ്ങളുടെ മുൻഗാമികളൊക്കെ മത്സരിച്ചതുപോലെ ഫതനാഫസു ഫീഹാ കമാ തനാഫസുഹാ ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, അവരെയൊക്കെ നശിപ്പിച്ചതുപോലെ ആ സ്വത്തും സമ്പത്തും നിങ്ങളെയും നശിപ്പിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് വളരെ സഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യകാല ഖലീഫമാരൊക്കെ ആ കാര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കം വലിയ ശ്രദ്ധ ചെലുത്തിയവരായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ ഖിലാഫത്തിന് വലിയ സ്വത്ത് സമ്പത്തൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും വിശ്വാസികളോട് അത്തരം കാര്യങ്ങളുടെ ഒരു പരിണിതി ശ്രദ്ധിക്കാൻ പലപ്പോഴും അദ്ദേഹവും ബോധവൽക്കരിക്കാറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് പല പ്രദേശങ്ങളിലേക്കും അമീറുമാരെ നിശ്ചയിക്കുമ്പോൾ അവിടേക്ക് കത്തെഴുതി അയക്കാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഉമർ ഖാനുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ഇയ്യാക്കും വത്തനഉം, നിങ്ങൾ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ അവിടെയൊക്കെയുള്ള ആളുകൾ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും അതേപോലെ ആർഭാട ജീവിതത്തിലും നയിക്കുന്നവരായിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ റൊട്ടി
ഉമികളയാതെ ഭക്ഷിച്ച ആളുകളാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പലഹാരങ്ങളുടെ വിഭവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും. അവിടെ വസ്ത്രത്തിന്റെ പളവളപ്പുണ്ടാകും. അതേപോലെ ഭൗതിക ജീവിതത്തിലും സൗകര്യത്തിലൊക്കെ മത്സരിക്കുന്ന ആളുകളാണ്. കാരണം അവർ അതിനുവേണ്ടി സൃഷ്ടിച്ചതാണ്, അവരതിനുവേണ്ടി ജീവിക്കുന്നവരാണ്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് ചായ്ന്നു പോകാൻ പാടില്ല എന്ന് അദ്ദേഹം എഴുതി അയക്കാറുണ്ടായിരുന്നു. വസയ്യി അഹ്ലി ശിർക്ക്, അവിശ്വാസികളുടെ പ്രത്യേകമായ വേഷങ്ങൾ നിങ്ങൾ ധരിക്കാൻ പാടില്ല. വിശ്വാസികൾ അവരുടേതായ വേഷം സ്വീകരിക്കണം. അതേപോലെ തന്നെ ലബൂസുൽ ഹരീർ, പുരുഷന്മാര് ഹരീർ പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം കത്തെഴുതി പ്രത്യേകം തന്നെ അവരെ അറിയിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ ഉമർദാനുവിന്റെ സദസ്സിലേക്ക് നഹാവന്തി യുദ്ധത്തിന് ശേഷം അവിടുന്ന് വന്ന ഗനീമത്ത് സ്വത്തുകൾ, ആ കൂട്ടത്തിൽ ഒരു പിന്നെ പോട്ട്, ഈ ചെറിയ സ്ത്രീകളൊക്കെ അവരുടെ പിന്നെ ആഭരണങ്ങളും അതേപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു പാത്രം, അത് ഒരു പളുങ്ക് പാത്രം ആ നിധിയുടെ ആ പിന്നെ ഗനീമത്തുകളുടെ കൂട്ടത്തിൽ മദീനയിലേക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു. മുഹാജിറുകളായ കുറച്ച് ആളുകൾ ഉമർദാനുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് തലേ ദിവസം വന്ന ആ സ്വത്തിൽ നിന്ന് അതെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ അത്ഭുതത്തോടു കൂടി അതിനെ നോക്കി. ഉടനെ ഉമർദാനുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ ഇതെടുത്തു കൊണ്ടുവരുമ്പോൾ അപ്പൊ അവർ ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ താങ്കളെ കരയിപ്പിച്ചത്? കിസ്രായുടെയും കൈസറിന്റെയും ഒക്കെ കൊട്ടാരങ്ങളിലെ സ്വത്തും സമ്പത്തും നമ്മളുടെ ഖജനാവിലേക്ക് വരവ് വെച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിലുള്ള ആർഭാട വസ്തുക്കൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടായാൽ അത് അവരുടെ നാശമായിരിക്കും എന്ന് ആ ഒരു നിസാര വസ്തുവിനെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു വേവലാതിയോടുകൂടി അനുയായികളെ ഉണർത്താൻ. കാരണം പിന്നീട് സംഭവിക്കാൻ പോകുന്ന മത്സരവും അത്തരം നിസാരമായ, ദുനിയാവിലോ ആഖിറത്തിലോ പ്രയോജനമില്ലാത്ത വളരെ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും മുസ്ലിങ്ങളുടെ മത്സരം എന്നതുകൊണ്ടാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അല്പകാലം ഭരണം നടത്തിയപ്പോൾ പല പ്രദേശങ്ങളിലേക്കും അദ്ദേഹം കത്തെഴുതിയിരുന്നു, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. ആ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയ കത്തിൽ കാണാൻ പറ്റും, പൊതുജനങ്ങളിലേക്ക് അദ്ദേഹം എഴുതിയ എഴുത്തിൽ, അമ്മാ ബഅദു ഫഇന്നകും ഇന്നമാ ബലഗ്തും മാ ബലഗ്തും ബിൽ ഇഖ്തിദാഇ വൽ ഇത്തിബാ, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഇസ്സത്തും പ്രതാപവും ഒക്കെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുധാവനം ചെയ്യുന്നതിലൂടെ കരസ്ഥമാക്കിയതാണ്. എന്നാൽ ഫലാ യൽഫിതന്നകുമുദ് ദുനിയാ അൻ അംരിക്കും, അതിൽ നിന്ന് ദുനിയാവ് നിങ്ങൾ അശ്രദ്ധരാക്കി കളയാതിരിക്കട്ടെ. ഫഇന്ന അംറ ഹാദിഹിൽ ഉമ്മ സായിറത്തുൻ ഇലൽ ഇബ്തിദാ, എന്നാൽ ഈ ഉമ്മത്ത് ബിദ്അത്തുകളിലേക്ക് പോവുക തന്നെ ചെയ്യും, അനാചാരങ്ങളിലേക്ക് ഒരു കാലഘട്ടത്തിൽ തിരിയുക തന്നെ ചെയ്യും. ബഅദ ഇജ്തിമാഇ സലാസിൻ ഫീക്കും, അതെപ്പോഴാണ്? 3 കാര്യങ്ങൾ നിങ്ങളിൽ ഒത്തുവന്നാൽ പിന്നെ സമൂഹം നാശത്തിലേക്ക് പോകും. ഒന്നാമത്തേത് തകാമുലുൻ നിഅം, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഒത്തുവന്നാൽ. ഉണ്ണാൻ വീട്ടിൽ സമൃദ്ധമായി ഭക്ഷണമുണ്ട്, അതേപോലെ തന്നെ സമാധാനമായി കിടന്നുറങ്ങാനുള്ള വീടും ചുറ്റുപാടുകളുമുണ്ട്. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എങ്ങോട്ട് തിരിയും? അനാചാരങ്ങളിലേക്ക് തിരിയും. രണ്ടാമത്തേത് വബുലൂഗു ഔലാദിക്കും മിനസ്സബായ, ഇസ്ലാമിക നാടുകളിലേക്ക് കൊണ്ടുവരപ്പെടുന്ന അടിമകളായി പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർ ഒരുപക്ഷെ അടിമകളായിരിക്കാം, അതല്ലെങ്കിൽ സ്വതന്ത്രരാക്കപ്പെടാം, അതല്ലെങ്കിൽ വിശ്വാസികളായി മാറാം. അങ്ങനെയുള്ള ആളുകൾ അവരുടെ മക്കൾക്ക് പ്രായപൂർത്തി എത്തുന്ന കാലം, അതായത് ഇസ്ലാമിക വിജയങ്ങൾ സംഭവിച്ച് പിന്നീട് ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് എങ്ങോട്ട് പോകും? നാശത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അത് 3 കാര്യങ്ങൾ വന്നാൽ, ഒന്ന് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിയമത്തുകളും ലഭിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തേത് ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടുകൂടി, മൂന്നാമത്തേത് ഖിറാഅത്തുൽ അഅറാബി വൽ ആജിമിൽ ഖുർആൻ, അഅറാബികളും അനറബികളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. 3ഉം സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിനുള്ള തിന്മയെ സംബന്ധിച്ച് നിങ്ങൾ കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. നിയമത്തുകൾ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അത്തരം നിയമത്തുകളിലേക്ക് പ്രത്യേകിച്ച് മുഹാജിറുകളും അൻസാരികളുമായ പ്രധാനപ്പെട്ട സഹാബിമാർ, ആദ്യകാല വിശ്വാസികൾ പോകാതിരിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് നിയന്ത്രണം അവർക്ക് വെച്ചിരുന്നു. സഹിഹായ ഹദീസുകളിൽ തന്നെ കാണാൻ പറ്റും. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹു മുഹാജിറുകളിൽപ്പെട്ട പ്രമുഖരായ സഹാബിമാരെ മദീന വിട്ടുപോകാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ല. ഏതെങ്കിലും പ്രദേശത്തേക്ക് വാലിമാരായി അമീറുമാരായി നിശ്ചയിച്ചാൽ ഇത്ര വർഷം അമീർ, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരുക. ഏതെങ്കിലും യുദ്ധത്തിലേൽപ്പിച്ചാൽ യുദ്ധം കഴിഞ്ഞാൽ തിരിച്ചു പോരുക. പെർമിഷൻ ഇല്ലാതെ ഒരാൾ മദീനത്തിന് പുറത്തു പോകാൻ പാടില്ല.
അവരേതെങ്കിലും പ്രദേശത്ത് പോയി ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യും എന്നതുകൊണ്ടല്ല ആ രൂപത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘവീക്ഷണമായിരുന്നു അത്. പലതരത്തിൽ അവർക്കും അവരെ കൊണ്ട ആളുകൾക്കും ഫിത്നയുണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ആ കാര്യം. ഹുദൈഫത്ത് ബിൻ യമാനിന്റെ ഹദീസ് കാണാൻ പറ്റും. ഒരു സമയത്ത് സഹാബിമാരോട് ഒന്നിച്ചിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്നയെ പറ്റി പറഞ്ഞ ഹദീസ് ആർക്കാണ് ഓർമ്മയുള്ളത്? ഹുദൈഫ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ മനുഷ്യന്മാരുടെയും ഫിത്ന ഓരോ ആഴ്ചയിലെയും നമസ്കാരം അത് പോക്കിക്കളയും. ഓരോ വെള്ളിയാഴ്ചയും അവൻ ചെയ്യുന്ന തിന്മകളും അവന് വരുന്ന പരീക്ഷണങ്ങളും അത് കഫാറത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനെപ്പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്, സമുദ്രത്തിലെ തിരമാലകൾ പോലെ തിളച്ചു മറിയുന്ന ഫിത്നയെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഹുദൈഫ പറഞ്ഞു, അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ അതിന്റെ മുമ്പിലാണല്ലോ കടന്നു പോകുന്നത്, നിങ്ങൾ അത് പിടികൂടുകയില്ലല്ലോ എന്ന് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. നിങ്ങൾക്കും ആ ഫിത്നയ്ക്കുമിടയിൽ, ആ ഫിത്നയ്ക്കും വിശ്വാസികൾക്കുമിടയിൽ ഒരു വാതിലുണ്ട്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ വാതിൽ തകർക്കപ്പെടുകയാണോ തുറക്കപ്പെടുകയാണോ ചെയ്യുക? ഹുദൈഫ പറഞ്ഞു, ആ വാതിൽ തകർക്കപ്പെടുകയായിരിക്കും. അപ്പൊ ഉമറിന്റെ മറുപടി, എന്നാൽ പിന്നീട് ഒരിക്കലും ആ വാതിൽ അടക്കപ്പെടുകയില്ല. തുറക്കുകയാണെങ്കിൽ പിന്നെ അടക്കാൻ പറ്റും, വാതിൽ തകർത്തു കഴിഞ്ഞാൽ പിന്നെ അടക്കപ്പെടുന്ന പ്രശ്നമില്ല. പിന്നീട് ഹുദൈഫയോട് സഹായിമാർ ചോദിക്കുകയുണ്ടായി, ആ വാതിൽ ഉമറാണെന്ന് അറിയുമായിരുന്നു അദ്ദേഹത്തിന്? അപ്പൊ ഹുദൈഫ പറഞ്ഞു, ഇന്ന് ഒരു ദിവസമുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ, ആ രൂപത്തിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ വാതിൽ അദ്ദേഹം തന്നെയാണെന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിത്നയ്ക്ക് മുമ്പിലുള്ള വലിയൊരു വാതിലായിട്ടാണ് ഇസ്ലാമിക ഉമ്മത്തിന് ഉമർ റളിയല്ലാഹു അൻഹു മാറിയിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിക സമൂഹത്തെ കൊത്തിവലിക്കാനുള്ള ഓരോ പാലമായിട്ടാണ് നമ്മളിൽ പല ആളുകളും പ്രവർത്തിക്കുന്നത്. ഉമ്മത്തിന് എന്തെങ്കിലുമൊക്കെ ചീത്തപ്പേരുണ്ടാക്കാൻ, ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാനുള്ള പലതരത്തിലുള്ള നിരീശ്വരവാദികൾക്കും അതേപോലെ തന്നെ ബഹുദൈവാരാധകർക്കും ഇസ്ലാമിനെ കൊത്തിക്കീറാൻ, വിശുദ്ധ ഖുർആനിനെ പരിഹസിക്കാൻ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഷിയാറുകളെയും അവമതിക്കാനുള്ള ഓരോ പാലങ്ങൾ, അതിനിതാ അവിടെ ഉണ്ട്, നിങ്ങൾ വന്ന് കൊത്തിവലിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പാലം വെച്ചു കൊടുക്കുന്ന ആളുകളായിട്ടാണോ ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ മഹാഭൂരിഭാഗവും മാറിയിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിന് മുമ്പിലുള്ള ഒരു വലിയ വിലങ്ങുതടിയായിരുന്നു. അത് ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. എന്നെ കൊണ്ട് ഈ ഉമ്മത്തിനൊരു നാശം വരാൻ പാടില്ല, ഒരു പുതിയ വിധേയത്ത് ഞാൻ ഉണ്ടാക്കാൻ പാടില്ല, ഒരു പുതിയ അനാചാരം ഞാൻ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോഴത്തെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രൂപത്തിൽ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ലഭിച്ചപ്പോ എന്തൊക്കെ അനാചാരങ്ങളാണോ മുൻകാലത്തുണ്ടായിരുന്ന സമുദായങ്ങൾ ചെയ്തത്, അത് അവരെക്കാളും അവരോട് മത്സരിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കണിശ സ്വഭാവം എന്തുകൊണ്ടാണ് മുതിർന്ന സഹാബിമാരെ വിദൂര സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കാതിരുന്നത്? പല വീക്ഷണങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അവരവിടെ പോയി ഈ തനഉമിൽ, സുഖാഡംബരത്തിൽ മുഴുകി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചതിൽ അവർക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയുമോ എന്ന അദ്ദേഹത്തിന്റെ ഭയമായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആ വിഷയത്തിലുണ്ടായിരുന്നത് എന്നാണ്. രണ്ടാമത്തേതായി, അവരൊക്കെ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളും ഖുറൈശികളുമാണ്. അവർക്കായിരുന്നു കാര്യമായി ഉമർ റളിയല്ലാഹു അൻഹു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. കാരണം അവർക്കാണ് ഏതെങ്കിലും കോയ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രദേശത്ത് നിന്നാൽ പിന്നെ തങ്ങളായി, പിന്നെ അവര് അള്ളാഹു തന്നെയായി മാറുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണം ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഖുറൈശികളെ ഉമർ റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ നിയന്ത്രിച്ച് നിർത്തിയത് എന്നാണ്. അപ്പൊ പല ആളുകളും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആളുകൾക്ക് ഇങ്ങനെ നിയന്ത്രണവും കടിഞ്ഞാണും അള്ളാഹുവും അവന്റെ റസൂലും വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിനെ ഞാൻ പിടിച്ചു നിർത്തുന്നത് ഒട്ടകത്തിനെ പോലെയാണ്. മുസ്ലിങ്ങളെ, അത് ഒട്ടകം ചെറിയ കുട്ടിയാവും, പിന്നീട് 2 വയസ്സ് പ്രായമുള്ള കിടാവ് വലുതായി വലിയ കുട്ടിയായി മാറും, പിന്നീട് അതതിന്റെ പരിപൂർണ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് തകർച്ചയിലാക്കാണ് പോവുക. പിന്നെ കുട്ടിയായി ബാല്യം കഴിഞ്ഞു, പിന്നീട് ബാല്യം കഴിഞ്ഞു, പിന്നീട് വാർദ്ധക്യത്തിലേക്കാണ് പോവുക. ഇസ്ലാം ഇപ്പോൾ ഉള്ളത് ആ അവസ്ഥയിലാണ്. ഇനി തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലാ വ ഇന്ന ഖുറൈശൻ യുരീദൂന അൻ യത്തഖിദു മാലല്ലാഹി മഊനാത്തിൻ ദൂന ഇബാദി. ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിന്റെ അടിയാറുകളുടെ സ്വത്തുക്കൾ സ്വയം പിടിച്ചടക്കുന്നവരാണ്. അത് തടയാൻ വേണ്ടിയാണ് ഞാൻ അവരങ്ങോട്ട് നിയോഗിക്കാത്തത് എന്നാണ്.
പലതരത്തിലും പല പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കാശും സ്വത്തും ഉണ്ടാകും. ബാക്കിയുള്ള ആളുകളുടേത് കൂടി പിടിച്ചടക്കി ഞങ്ങളാണ് വലിയ ആളുകൾ എന്ന് കേമന്മാരെന്ന് വരുത്തി തീർത്ത് ജനങ്ങൾക്ക് മുകളിൽ രാജാക്കന്മാരായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ നിയോഗിക്കാത്തത്, അവരെ അങ്ങനെ അഴിച്ചുവിടാത്തത് എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു എന്നാണ്. പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഫിത്നക്കാർ വന്നപ്പോൾ ഓരോ പ്രദേശത്തെ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു മാറി നിൽക്കണം, പുതിയ ആള് വേണം ഭരണാധികാരിയായി, ഖലീഫയായി. ആരാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇറാഖുകാർ ഒരാളെ പറഞ്ഞു, ഈജിപ്തുകാർ വേറെ സാഹിബിന്റെ പേര് പറഞ്ഞു. ഒരു കൂട്ടർക്ക് സഅദ് ബിൻ അബി വക്കാസ്, വേറെ കൂട്ടർക്ക് അബൂ മൂസ അശ്ശരി, വേറെ കൂട്ടർക്ക് തൽഹത്ത് ബിൻ ഉബൈദില്ല, വേറെ കൂട്ടർക്ക് അലി ബിൻ അബി താലിബ്. ഓരോ പ്രദേശക്കാരും വേറെ വേറെ സഹായിമാരുടെ പേരാ പറഞ്ഞത്. ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടായിരുന്നു അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓരോരുത്തർക്കും ഓരോ പ്രവർത്തന ശൈലിയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ ഈ നിയമത്തുകളിൽ നിന്ന് സഹായിമാരെ ഏറെക്കുറെ തടഞ്ഞു, അതിൽ അദ്ദേഹം വിജയിച്ചു. രണ്ടാമത്തേത് സബിയകളെ അദ്ദേഹം തടഞ്ഞു, ആ കാര്യത്തിലും അദ്ദേഹം വിജയിച്ചു. പക്ഷേ സബി എന്ന് പറഞ്ഞാൽ അടിമകളായി പിടിച്ചുകൊണ്ടുവരുന്ന അവിശ്വാസികളായ ആളുകൾ, അങ്ങനെയുള്ള ഒരാളുടെ കയ്യാൽ തന്നെ എത്രയൊക്കെ തടഞ്ഞാലും അള്ളാഹുവിന്റെ വിധി അവിടെ പരിപൂർണമാവുകയാണ്. ഇവർക്ക് തടഞ്ഞു, കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് മദീനയിലും മക്കയിലും അവിശ്വാസികളായ ആളുകളെ ജോലിക്കാരായി കൊണ്ടുവരാൻ പാടില്ല എന്ന നിർദ്ദേശം ഇവർക്ക് വെച്ചു. പക്ഷേ അദ്ദേഹത്തിനെ കൊല്ലേണ്ട ആൾക്ക് അവിടേക്ക് വരാനുള്ള കാരണം സംജാതമാവുകയും ഗൂഢാലോചനക്കാരായ 3 ആളുകളും അതേപോലെ അവിടെ എത്തിച്ചേർന്നു. ഉർമുസാനും ജുഫൈനയും അതേപോലെ അബൂ ലുഅയും. എത്ര തടഞ്ഞാലും അള്ളാഹുവിന്റെ വിധി സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങൾ ഒരു പരീക്ഷണത്തിലൂടെ കൊല്ലപ്പെടുകയും ഷഹീദാവുകയും അങ്ങനെ സ്വർഗത്തിൽ പോവുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുപ്പിച്ച് പിടിച്ച് ചെവിയിൽ എന്തോ സംസാരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് വിറക്കുന്നതും പിടക്കുന്നതും ഒക്കെ കൂട്ടുകാരായ സഹായിമാർ കണ്ടു. എന്താണ് പറഞ്ഞത്? അല്ലാഹു അലം. ആ അഹദിന്റെ കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി അക്രമകാരികൾ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയെയും കൊല്ലാതിരിക്കാൻ എന്റെ കാരണത്താൽ ഒരു വിശ്വാസി കൊല്ലപ്പെട്ടു എന്ന് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ആ രൂപത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും അദ്ദേഹം സ്വീകരിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എന്തിലേക്കാണ് കാര്യങ്ങൾ അവസാനം എത്തുക എന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നിഷ്ക്രിയനായി, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും അദ്ദേഹം സ്വീകരിക്കാതെ മാറി നിൽക്കാനുണ്ടായ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ മുൻകൂട്ടിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിലൂടെയുള്ള അറിവ് കൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹായമാരെ എന്ത് ചെയ്തു? അങ്ങനെ തടയാൻ ശ്രമിച്ചില്ല. എന്ന് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു ആദ്യകാലത്ത് ഖുറൈശികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു ആയിരുന്നു. ജാഹിലിയ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്ലാമിക കാലത്തും ഇസ്ലാമിക ലോകത്തെ പ്രജകൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും സ്വീകാര്യൻ ഉസ്മാൻ റളിയല്ലാഹു ആയിരുന്നു ആദ്യത്തെ 5-8 വർഷം. പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഖുറൈശിയിലെ തലവന്മാരായ ആളുകൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഉമർ റളിയല്ലാഹു വെച്ച എല്ലാ നിയമങ്ങളും തടസ്സങ്ങളും ഉസ്മാൻ നീക്കിക്കൊടുത്തുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ കൂട്ടത്തിൽ പല സഹായിമാരും തൽഹ റളിയല്ലാഹു അൻഹു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങള് അദ്ദേഹത്തിന് ഖൈബറിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്ത് വിറ്റ് അവിടെ സ്ഥലം മേടിച്ചു, വലിയ പ്രദേശങ്ങൾ. കാരണം മക്കയിലും മദീനയിലൊക്കെ ആ സമയമാകുമ്പോഴേക്ക് വില കൂടുതലാണ്. ഇവിടെയുള്ള ഖൈബറിൽ അല്പ സ്വത്ത് വിറ്റാൽ, അവിടെയുള്ള ഗനീമത്ത് വരുമാനം വിറ്റാൽ പേർഷ്യയിൽ വലിയ ഭൂവുടമകളായി മാറുന്ന അവസ്ഥയിലേക്ക് വന്നതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. അനുവദിച്ച കാര്യമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല. അത് പിന്നീട് അവർക്കൊരു പരീക്ഷണമാകുന്നത് ആണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ കാണുന്നത്. ഏതായിരുന്നാലും ഈ കാര്യം സഹായിമാർക്കറിയായിരുന്നു, ഒന്നാം ഖലീഫയ്ക്കും രണ്ടാം ഖലീഫയ്ക്കും. അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെയും അറിയാമായിരുന്നു. അദ്ദേഹം അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ വിശ്വാസികളെ ഉണർത്താറുണ്ടായിരുന്നു. ഒരു ഉപേക്ഷയും അവർ വരുത്തിയിട്ടില്ല. മൂന്നാമത്തെ ഒരു സംഗതി, ഈ വിജയങ്ങൾ ശത്രുക്കളിൽ ഉണ്ടാക്കിയ മനസ്ഥിതിയാണ്. മുസ്ലിങ്ങൾ തകർത്ത വലിയ സാമ്രാജ്യങ്ങൾ ലോകത്തെ നൂറ്റാണ്ടുകളായി അടക്കി ഭരിക്കുന്ന സാമ്രാജ്യങ്ങളെയാണ് തകർത്തിട്ടുള്ളത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിനെ മുളയിലേ നുള്ളാൻ വേണ്ടി എല്ലാ പ്ലാനിങ്ങും നടത്തിയ ആളുകളാണ് അല്ലേ? നമ്മൾ ഇവിടെ വിശദീകരിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഖിലാഫത്ത് അറബ് ലോകത്തുനിന്ന് പുറത്തേക്ക് പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിങ്ങൾ കൊള്ളക്കാരായി ആളുകളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ പോയതല്ല, മറിച്ച് ഇസ്ലാം ഇവിടെ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അതിനെ നിഷ്കാസനം ചെയ്യണമെന്ന്
പ്ലാൻ ചെയ്തുകൊണ്ട് റോമാക്കാരും പേർഷ്യക്കാരും അതിനുള്ള ജോലികൾ ചെയ്തിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബാദാൻ എന്ന് പറയുന്ന യമനിലെ, പിന്നീട് അദ്ദേഹം സഹാബിയായി മാറി, അല്ലെങ്കിൽ മുസ്ലിമായി മാറി. സഹാബി എന്ന് പറയാൻ പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. റസൂലിന്റെ കാലത്ത് വിശ്വാസിയായി മാറി. യമനിൽ ഉണ്ടായിരുന്ന പേർഷ്യയുടെ ഉപരാജാവാണ്, പേർഷ്യക്കാരുടെ മഹാരാജാവിന്റെ. റസൂലിനെ പറ്റി അറിയിച്ചിരുന്നു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, രഹസ്യമായി തിഹാമ പർവ്വതനിരകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഹമ്മദ് ഉണ്ട് എന്ന കാര്യം. അങ്ങനെ ഇരിക്കെ ഹിജ്റയുടെ 7-ാം കൊല്ലത്തിൽ സുൽഹുൽ ഹുദൈബിയയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രദേശത്തേക്കും കത്തെഴുതി. ആ കൂട്ടത്തിൽ പേർഷ്യൻ രാജാവിനും കത്തെഴുതിയിരുന്നു, ഖുസ്റു പർവേസ്. നമ്മളന്ന് വിശദീകരിച്ചതാണ്. ആ കത്ത് കിട്ടിയ പോലെ അത് പിച്ചി ചീന്തി, എന്നിട്ട് എന്റെ അടിമ എന്നെ രാജാവ് എന്ന് അഭിസംബോധന ചെയ്യാതെ അവന്റെ മുന്നിൽ, എന്റെ പേരിന് മുന്നിൽ അവന്റെ പേരാണല്ലോ വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ കത്ത് വായിച്ചു നോക്കാതെ കീറി നശിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ പറഞ്ഞു, അവന്റെ സാമ്രാജ്യത്തെ അള്ളാഹു പിച്ചി ചീന്തട്ടെ, നമ്മളുടെ കത്ത് അവൻ നശിപ്പിച്ചതുപോലെ. അങ്ങനെ ബാദാന്റെ അടുത്തേക്ക് പേർഷ്യൻ രാജാവ് അയച്ചു, മുഹമ്മദിന്റെ അടുത്തേക്ക് 2 ആളുകളെ നിയോഗിക്കുക, അവന്റെ അസുഖം എന്താണെന്ന് പരിശോധിച്ച് അല്പ ദിവസം അവിടെ താമസിച്ച് അത് കണ്ടെത്തുക, അതല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ബാദാനിന്റെ നിർദ്ദേശപ്രകാരം 2-3 ആളുകൾ യമനിൽ നിന്ന് വന്നു. അവര് വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മുസ്ലിമായി, റസൂലിനെ പിടിച്ചുകൊണ്ടാൻ വന്ന ആൾക്കാരാണ്. എന്നിട്ട് ആ കാര്യം പിന്നെ അവര് ബാദാനോട് പോയി അറിയിച്ചപ്പോൾ അയാൾ മുസ്ലിമായി. അങ്ങനെ യമൻ ഒരു യുദ്ധം ഇല്ലാതെയാണ് ആ പ്രദേശങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ പറ്റി കേട്ടപ്പോഴേക്ക് തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളെ വിട്ട ആൾക്കാരാണ് ആര്? പേർഷ്യക്കാര്. റോമാക്കാര് എല്ലാ തരത്തിലുള്ള തിരുപ്പൻ പരിപാടിന്റെ വിദഗ്ധന്മാരാണ്. അവർ നേർക്കുനേരെ പലപ്പോഴും മുന്നിലേക്ക് വരിക. റോമാക്കാരെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്, അതിന്റെ അനന്തരാവകാശം അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. അവര് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് ഇബ്നു മാലിക്കിനെ, പല ഉദാഹരണങ്ങളുണ്ട്, അതിൽ ഏറ്റവും സ്ഥിരപ്പെട്ടത് സഹീഹ് ബുഖാരിയിലേക്ക് കാണുന്ന ഉദാഹരണം, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് പോവാതെ മാറി നിന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടുകാരെയും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിലക്ക് ഏർപ്പെടുത്തി, ഒരു അച്ചടക്ക നടപടി എന്ന നിലയിൽ. ഈ വിവരം അവിടെ അറിഞ്ഞിട്ട് അവിടുത്തെ കത്തെഴുതിയിരിക്കുകയാണ് റോമാ രാജാവ്. എന്താ എഴുതിയിട്ടുള്ളത്? ഒരു നെബുത്തി, ഷാമിൽ നിന്ന് വന്ന ഒരു എന്തോ വിൽപ്പന, അങ്ങാടിയിലൂടെ വണ്ടി ഉരുട്ടി വിൽപ്പന നടത്തുന്ന ഒരാളെ ചോദിക്കുകയാണ്, എവിടെയാണ് കഅബ് ഇബ്നു മാലിക്? അപ്പൊ ആളുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഉടനെ അയാൾ എന്റെ അടുത്ത് വന്നു, എന്നിട്ട് എനിക്കൊരു കത്ത് തന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചപ്പോൾ പറയുന്നത്, നിന്റെ കൂട്ടുകാരൻ നിങ്ങളെ ബഹിഷ്കരിച്ചതായി ഞങ്ങൾ അറിയുന്നു, നീ ഇങ്ങോട്ട് വന്നോ, നിനക്കെല്ലാ തണലും ഞാൻ നൽകാം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ കത്ത് കീറിയിട്ട് അടുപ്പിലിട്ട് കത്തിച്ചു. അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞു എന്നാണ് സഹീഹ് ബുഖാരിയിലെ റിവായത്തിൽ ആ സംഗതി കാണാൻ പറ്റും. അതേപോലെ തന്നെ അബൂ ആമിർ റാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചതിക്കുഴി ഒരുക്കിയ ഉഹദ് യുദ്ധത്തിൽ കുഴി കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഇലയൊക്കെ വെച്ചിട്ടുണ്ടാവുന്ന ആനയൊക്കെ പെടുത്താൻ വേണ്ടി ചെയ്യാറുണ്ടല്ലോ, ആ രൂപത്തിൽ വീഴ്ത്താൻ വേണ്ടി കുഴി കുഴിച്ച വ്യക്തിയാണ് അബൂ ആമിർ റാഹിബ്. റാഹിബ് എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ്. അവന്റെ ദുഷ്ചെയ്തികൾ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനിട്ട പേര് അബൂ ആമിറുൽ ഫാസിഖ് എന്നായിരുന്നു. അതിന് മാത്രം ഉപദ്രവകാരിയായിരുന്നു അവൻ. അവന്റെ നേതൃത്വത്തിലാണ് പിന്നീട് കുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിക്ക് അടുത്ത് ഒരു മസ്ജിദുൽ ദിറാർ സ്ഥാപിച്ചത്. അപ്പൊ ഈ രൂപത്തിലൊക്കെ അവർക്ക് ഓഫീസ് ഉണ്ടാക്കിയതാണത്. റോമാത്തിന്റെ ആളുകൾക്ക് ചാരപ്രവർത്തനം നടത്താൻ വേണ്ടി, അത് കത്തിച്ചു കളയാൻ വേണ്ടിയാണ് അള്ളാഹു ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാമിലൂടെ വഹീ നൽകിയത്, അത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഇസ്ലാമിക നാടിനെ നശിപ്പിക്കാൻ വേണ്ടി അതിന്റെ ആദ്യകാലം മുതൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? പേർഷ്യക്കാരും റോമക്കാരും. അവരെ നാട്ടിലേക്ക് ഒന്നും മുസ്ലിങ്ങൾ എത്തിയിട്ടില്ല, അവരുടെ നാട് നശിപ്പിച്ചിട്ടില്ല, നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു അറബികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭീഷണിയാണ് എന്ന് സ്വയം അവർ ഗവേഷണം ചെയ്ത് പ്രവർത്തിച്ച കാര്യങ്ങളാണ്. പിന്നെ അവരുടെ നാട് തകർത്താനുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ ആ കാര്യം അവര് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവരുടെ ഒന്നാം സ്ഥാനത്തേക്ക് പിന്നെ അത് മാറിക്കഴിഞ്ഞു. ആ രാജ്യങ്ങളിലേക്ക് ഒന്നാമത്തെ അജണ്ട എന്താണ്? മുസ്ലിങ്ങളെ നശിപ്പിക്കുക. ആ കൂട്ടത്തിൽ അവർ കയ്യാളുകളായി പ്രവർത്തിച്ചത് മദീനയിലുണ്ടായിരുന്ന യഹൂദന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കല്ല് തലയിലേക്ക് ഇട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ബനൂ നദീറുകാർ. മദീനയിലെ ഇസ്ലാമിക രാജ്യത്തിലെ പ്രജകളാണ് എല്ലാവരും, ഇല്ലേ? ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ ഭരണഘടന, ഒന്നാമത്തെ മതേതര രാജ്യവും. നമ്മളുടെ മതേതരല്ല, എല്ലാ മതങ്ങൾക്കാർക്കും അവരുടേതായ ആചാരം അനുസരിച്ച് ജീവിക്കാം എന്ന അനുമതി നൽകിയ ഒന്നാമത്തെ ഭരണഘടന ഏതാണ്? ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ മദീനയിലെ ഇസ്ലാമിക ഭരണകൂടമാണ്. അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും.
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അസൂയ പോകുന്നില്ലല്ലോ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു അൽ യഹൂദ, യഹൂദന്മാരാണ് ഏറ്റവും വലിയ ശത്രുക്കള്. അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഏതോ ഒരു ദിയന്റെ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹുയയ്യ് ഇബ്നു അഖ്തബിന്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു വീടിന്റെ ബേക്കിലുള്ള ഒരു വലിയ കുന്നിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ കിടാൻ വേണ്ടിയുള്ള പ്ലാനാണ്. റസൂൽ അവിടെ ചാരി ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് എഴുന്നേറ്റ് പോകാൻ പറയുന്നത്. ഈ കാര്യം വഹയിലൂടെ അറിയിച്ചു. ബനൂ നദീർ ഗോത്രക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓടിപ്പായിച്ചു. കൈനുക്കായ ഗോത്രക്കാര് ഒരു മുസ്ലിം വനിത അവരുടെ പ്രദേശത്ത് ഒരു കൊല്ലന്റെ അടുത്ത് കത്തി പിന്നെ ഉലയിൽ കൊണ്ടുപോയി നന്നാക്കാൻ കൊണ്ടുപോയതാണ്. അപ്പൊ അതിന്റെ വസ്ത്രം ബാക്കിലേക്ക് കെട്ടിയിട്ടിട്ട് അതിന്റെ വസ്ത്രാക്ഷേപം നടത്തി. അതിന്റെ പേരിൽ ഒരു വിശ്വാസി ഒരു യഹൂദനെ കൊന്നു. അവര് ആ വിശ്വാസിയെ കൊന്നു. അതിന്റെ പേരിൽ യുദ്ധത്തിലേക്ക് വന്നപ്പോഴാണ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ മദീനയിൽ നിന്ന് 2 കൂട്ടരെ കെട്ടുകെട്ടിച്ചു. മൂന്നാമത്തെ ഗോത്രക്കാരുണ്ടായിരുന്നു ബനൂ ഖുറൈദ. അവര് ഖന്തക് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കേണ്ട ആൾക്കാരാണ്. കാരണം മദീന എന്ന രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാവരും വന്ന് സഹായിക്കണം. യഹൂദന്മാരെ ആക്രമിച്ചാൽ മുസ്ലിങ്ങളും സഹായിക്കണം. അതാണ് കരാറ്. പക്ഷേ യുദ്ധത്തിന്റെ രംഗത്തേക്ക് എത്തിയപ്പോൾ ബനൂ ഖുറൈദക്കാരടുത്ത് കേൾക്കുന്നത് മക്കക്കാര് മുന്നിലൂടെ വന്നിട്ടുണ്ട്, മദീനയുടെ അകത്തു നിന്ന് ബേക്കിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹായിമാരും പേടിച്ചു. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് കയറിപ്പോകുമാറ് അവരൊക്കെ പേടിച്ചു പോയി എന്നാണ്. യുദ്ധത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈദയിലേക്ക് പോകാൻ പറഞ്ഞു സഹായിമാരോട്. അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവിടെ എത്തിയപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് പിന്നെ ഹുയയ്യ് ഇബ്നു അഖ്തബിനെ പിടിച്ചിരുന്നു. ഹുയയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഭാര്യയുടെ അവരുടെ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. യഹൂദന്മാരുടെ വലിയ നേതാവായിരുന്നു അവൻ അവിടെ ഉണ്ട് കോട്ടയിൽ. ബനൂ നദീർ ഗോത്രക്കാരനാണ്. അവരെ മുമ്പേ പറഞ്ഞു വിട്ടതാണ്. അവരെ ഖൈബർ പോയി താമസിക്കുകയാണ്. പിന്നെ എങ്ങനെ അവിടെ എത്തിയത്? അപ്പോഴാണ് അറിയുന്നത് ഇവന്റെ പണിയാണ് ഈ ഖന്തക് യുദ്ധം ഉണ്ടാക്കിയത് തന്നെ. ഓരോ പ്രദേശത്തെയും പോയ ആളുകളെ കണ്ട് മുഹമ്മദിനെ ആക്രമിക്കാൻ വരണമെന്ന് പറഞ്ഞ് അവസാനം എത്തിയതാണ് അവിടെ സഹായിക്കാൻ വേണ്ടി. മദീനയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് കോട്ടയിൽ വെച്ച് അവനെ പിടിക്കുന്നത്. അവിടെയുള്ള 1000-ഓളം വരുന്ന പുരുഷന്മാരെ വധിക്കാനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ് തീരുമാനം പറഞ്ഞത്. കാരണം അദ്ദേഹമായിരുന്നു അവരുടെ കഫീല്. യഹൂദന്മാരുടെ കഫീലിന്റെ തീരുമാനം അവരിലെ പുരുഷന്മാരെ മുഴുവൻ വധിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 7-ാം ആകാശത്ത് അർശിൽ നിന്നുള്ള തീരുമാനമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്നാണ്. ആ രൂപത്തിൽ തീരുമാനിച്ചു. അവരെ വെട്ടാൻ വേണ്ടി കൊന്നു. ആദ്യം കൊണ്ടുവന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഹുയയ്യ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എത്തിയപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുമായി ഇത്രയും കാലം ശത്രുതയിൽ കഴിഞ്ഞതിൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. എന്നിട്ട് അവൻ കൂടുതൽ ആളുകളോട് വിളിച്ചു പറഞ്ഞു, ബനൂ ഇസ്രായേലിന്റെ പേരിൽ അള്ളാഹു വിധിച്ചതാണ് ഈ രക്തച്ചൊരിച്ചിലെല്ലാം, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മകനേക്കാൾ തിരിച്ചറിയുന്ന വ്യക്തിയുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ശത്രുത നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതില്ല, ഒരു ഖേദവും നിങ്ങൾക്ക് വേണ്ടതില്ല, എല്ലാവരും ക്ഷമിച്ചോളുക എന്ന് പറഞ്ഞ അയാൾ മരണത്തിന് സ്വയം ഇരുന്നു കൊടുത്തു എന്നാണ്. അവന്റെ ആ ദുഷ്ടചിന്താഗതി നല്ല വിലപിടിപ്പുള്ള കോട്ടായിരുന്നു അവൻ ധരിച്ചിരുന്നത്. കോട്ടയിൽ നിന്ന് ചെയ്തത് മുസ്ലിങ്ങൾ 25 ദിവസം ഉപരോധിച്ചിട്ടാണ് അവരെ പിടിച്ചത്, അവരെല്ലാവരെയും. അപ്പൊ അതിനിടയിൽ ചെയ്തത് ഒരു പിന്നെ വിരലടയാളത്തിന്റെ ഒരു വിരലിന്റെ അത്ര വലുപ്പത്തിലൊക്കെ ഈ വിലപിടിപ്പുള്ള കോട്ടിന് കുത്തലുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇത് അവന്റെ വധശേഷം ആരെങ്കിലും മുസ്ലിങ്ങൾക്ക് ഗനീമത്തായി ലഭിക്കാതിരിക്കാൻ വേണ്ടി. ആ ജാതി ചിന്താഗതിക്കാരാണ് ആര്? യഹൂദന്മാര് അല്ലെ? ബനൂ നദീർ ഗോത്രക്കാർ ചെയ്തതാണല്ലോ ഖുർആനിൽ സൂറത്ത് ഹശർ പറയുന്നത്. അവരുടെ ഈന്തപ്പനകൾക്ക് അവിടെ അടക്കം ചെയ്തു, അവർ തീയിട്ട് കരിച്ചു, അവരുടെ വീടുകൾ തന്നെ പൊളിച്ചു. മരണം മുന്നിൽ കാണുമ്പോൾ എടുക്കുന്ന പണി ഇതാണ്. കാരണം ഞങ്ങൾ ചത്തുപോയാലും അല്ലെങ്കിൽ അവരെ നാട് കടത്തുകയാണ് ചെയ്തത്. അങ്ങനെ പോയി കഴിഞ്ഞാലും ഇവിടെയുള്ള ഒന്നും ആർക്കും ലഭിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നശിപ്പിക്കാൻ. ചുരുക്കത്തിൽ ഇങ്ങനെ പോയ ആൾ ഖൈബറിലെത്തി. ഉമർ ഖാന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഖൈബർ മുസ്ലിങ്ങളെ കീഴടക്കി ആ സ്വത്ത് സഹായിമാർക്ക് വീതിച്ചു നൽകി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കരാറിൽ ഏർപ്പെട്ടു, നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൃഷി വീണ്ടും നോക്കി നടത്താം, ഇതിന്റെ അവകാശം ഞങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജീവിതമാർഗം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാം, ഞങ്ങൾക്ക് അതിന്റെ വരുമാനം തന്നാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖൈബറിൽ വന്ന് കൃഷി നോക്കാനുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ പ്രയാസപ്പെടുകയും വേണ്ട എന്ന രൂപത്തിൽ കാരുണ്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ അവരെ തന്നെ ഏൽപ്പിച്ചു. അവര് വർഗസ്വഭാവം മാറ്റൂലല്ലോ. അങ്ങനെ ഉമർദാനിന്റെ കാലത്ത് സഹായിമാർ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ ഒരാളെ വധിച്ചു. ആരാ കൊന്നതെന്ന് അറിയില്ല. അങ്ങനെയാണ് അവരുടെ എല്ലാ പരിപാടിയും. എല്ലാ കാലത്തും കൊലപാതകയെ കാണാനില്ല. കാരണം ഞങ്ങളാണ് കൊന്നത് തന്റെ അടുത്തോടു കൂടി ഒരിക്കലും അവർ പറയാറില്ല. പിന്നെ ഒരു സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമറും അതേപോലെ പ്രമുഖരായ ത്വൽഹയൊക്കെ കൂടി അവിടെ ചെന്നപ്പോ രാത്രി അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹത്തിന്റെ പറമ്പിൽ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ അദ്ദേഹം കരയുന്നതാണ് കാണുന്നത്. കൂട്ടുകാർ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് തിരിച്ചിരിക്കുന്നു.
അതിന്റെ നമ്മുടെ നാട്ടിൽ ഈ കൈയിന്റെ സ്ഥാനത്ത് തെറ്റിപ്പോവാന്ന് പറയില്ല, അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ യഹൂദന്മാർ വന്ന് ചെയ്തതാണ്. ഉടനെ ഉമർ താനുഖു ആ വിഷയം അവിടെ ചർച്ചയാവുകയും അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തജ്തമിഉ ദീനാനി ഫി ജസീറത്തിൽ അറബ്, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ 2 ദീനുകളില്ല, ഒരു ദീന് മാത്രമേ ഉള്ളൂ. ഉടനെ അദ്ദേഹം ആ കാര്യം മുൻകൂട്ടി അറിയുന്ന വിഷയങ്ങളായിരുന്നു. പക്ഷേ ഈ ഹദീസ് കൂടി കേട്ടപ്പോൾ അദ്ദേഹം ഉടനെ യഹൂദന്മാരുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേകം ഇവിടെ താമസിക്കാം എന്നു വല്ല കരാറും ഉണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവരിക, അതില്ലെങ്കിൽ എല്ലാവരും നിങ്ങളുടെ തറവാടായ ശ്യാമിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തുരത്തി. അവരവിടുന്ന് പോകുന്നത് നേരത്തെ പോയ രൂപത്തിൽ തന്നെ മുസ്ലിങ്ങളോടുള്ള ഏറ്റവും വലിയ പകയും വിദ്വേഷവുമായിട്ടാണ്. ഖിയാമത്ത് അവരുടെ ജന്മപരമായി ഒന്നും ചെയ്യാതെ തന്നെ അവർ വിദ്വേഷമുള്ള ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ ഹുയൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ ആദ്യം കാണാൻ പോയ വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം മാറ്റി നോക്കിയതാണ്. ഖാത്തമുൻ നുബുവ, പ്രവാചകന്മാരുടെയൊക്കെ മുതുകിൽ അല്ലെങ്കിൽ പുറത്തുണ്ടാകുന്ന ഒരു മുദ്രയാണ്, ഒരു മറുക്, അതിന്മേൽ 2-3 രോമങ്ങൾ ഉണ്ടാകും, അതാണ് ഖാത്തമുൻ നുബുവ. അത് തിരിച്ചറിഞ്ഞു. അപ്പൊ കൂട്ടുകാർ ചോദിച്ചു, ഇനി എന്താ ചെയ്യുക? അപ്പൊ ഹുയൈ പറഞ്ഞ മറുപടിയാണ്, ഖിയാമത്ത് നാൾ വരെ ഇവരോട് ശത്രുത എന്ന് പറഞ്ഞു പോയതാണ്. അപ്പൊ ആ ഖിയാമത്ത് നാൾ വരെ ശത്രുത, ശരിയാണ് മുഹമ്മദ്, ശരിയാണ് ദീനി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ശത്രുത. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാറി ചിന്തിക്കുക എന്നത് വളരെ ദുർലഭമായി മാത്രം അവരിൽ കണ്ടുവരുന്ന സ്വഭാവമാണ്. ഏതായിരുന്നാലും അതിനുള്ള പ്ലാനിങ് അവർ നടത്തി. ആ പ്ലാനിങ് പുറത്തു വന്നത് അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന ഒരു യഹൂദനിലൂടെയാണ്. ഫിത്നയുടെ ഒന്ന് വിശ്വാസികളിൽ സ്വയം ഉണ്ടായ വിശ്വാസപരമായ അല്ലെങ്കിൽ ഈമാനികപരമായ ശ്രദ്ധക്കുറവ്, രണ്ടാമത്തേത് അവർ പല നാടുകളിലും പോയി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുണ്ടായ കൂടിച്ചേരൽ വഴിയുണ്ടായ സുരക്ഷാ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തികമായ മത്സരങ്ങൾ, അതിനോടുകൂടി ചേരുകയാണ്. ഇതൊക്കെ സുരക്ഷിതമായി ഉണ്ടായ ഒരു സമയത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അവരുടെ രാജ്യത്ത് തകർക്കാൻ വന്നിരുന്ന യഹൂദന്മാർ അവരുടെ നേതൃത്വത്തിൽ പേർഷ്യക്കാരും റോമക്കാരും ചെയ്യുന്ന കുതന്ത്രങ്ങളാണ്. അത് യമനിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന ഒരു യഹൂദൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് മദീനയിലേക്ക് എത്തി. മദീനയിലെത്തിയിട്ട് അവൻ മുസ്ലിമായതല്ല, മറിച്ച് മുസ്ലിമായതായി പ്രഖ്യാപിക്കുകയാണ്. അവന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞ യഹൂദന്മാരുടെ പ്ലാനും അജണ്ടയും നടപ്പാക്കലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ മാറ്റലോ ഖലീഫയെ വധിക്കലോ അവന്റെ അജണ്ടയിലില്ല. അവന്റെ അജണ്ടയിലുള്ളത് ഇസ്ലാമിക ഖിലാഫത്ത് നിർത്തുക. 1914-ലോ 17-ലോ ഒക്കെ അവർ നിർത്തിയതുപോലെ ആ ഖിലാഫത്ത് വിശ്വാസികൾക്കൊരു പൊതു നേതൃത്വം ഉണ്ടാവാൻ പാടില്ല, മുസ്ലിം ലോകം ഒന്നിക്കാൻ പാടില്ല എന്നുള്ള അവരുടെ അജണ്ട പിന്നീട് 10-18 നൂറ്റാണ്ടിന് ശേഷമാണെങ്കിലും അവർ നടപ്പിലാക്കി. അതിനുവേണ്ടിയാണ് അവൻ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ മദീന ഒന്ന് താമസിച്ചു. എന്നിട്ട് അവര് ഓരോന്ന് പറയാൻ തുടങ്ങി. മദീനയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതിയ വാദങ്ങളൊന്നും അവിടെ ചെലവായില്ല. സഹാബിമാരും അവരുടെ പ്രമുഖരായ അവരുടെ കൂട്ടത്തിലെ പ്രമുഖരും അവരുടെ മക്കളൊക്കെയാണ് അവിടെ ഉള്ളത്. അവൻ പറഞ്ഞ കാര്യക്ക് ഇമാം തൊബരി അദ്ദേഹത്തിന്റെ താരീഖ് അൽ ഉമമി വൽ മുലൂക്ക് എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാമാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠൻ? അപ്പോൾ ആളുകൾ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവന്റെ രണ്ടാമത്തെ ചോദ്യം, ഈസാ നബി അലൈഹി സ്വലാം ഇനി മടങ്ങി വരൂലേ? മടങ്ങി വരും. അപ്പൊ അതിലേറെ ശ്രേഷ്ഠനായ റസൂല് മടങ്ങി വരൂലേ? മടങ്ങി വരണം. ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ, വിവരമില്ലാത്ത ആളുകളെടുത്ത് പോയി പ്രചരിപ്പിച്ച ഓരോ അവന്റെ ലോജിക്കാൻ, നമ്മളുടെ തലയിക്കെട്ടാർക്കിടയിൽ ഇപ്പോഴുള്ള തരത്തിലുള്ള ലോജിക്കുകൾ. അതുകൊണ്ട് മടങ്ങി വരണം, അതുകൊണ്ട് ദുസ്ലാഹിസ്മാതാണ് ഇനി വീണ്ടും മടങ്ങി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസമാണ് റജ്ഈയ, പുനരവതാര വിശ്വാസം അവൻ മുസ്ലിംകൾക്കിടയിൽ ചെലവാക്കാൻ നോക്കിയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ അവൻ ചോദിച്ചാണ്, എല്ലാ പ്രവാചകന്മാരും 1000-ഓളം പ്രവാചകന്മാരുണ്ടായിരുന്നു, അവരൊക്കെ വസിയത്ത് ചെയ്ത് വേറൊരു നബിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തത് അലി ഇബ്നു അബി താലിബാണ്. റസൂലിന്റെ വസിയ്യ്, റസൂലിന്റെ പിൻഗാമി, അത് മറ്റുള്ളവർ തട്ടിയെടുത്തതാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും കാരണം അത് ചോദിക്കാതിരിക്കുകയാണ്. അത് വാങ്ങിക്കൊടുക്കലാണ് നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് തുടങ്ങി അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവൻ പറഞ്ഞത്. അത് അവിടെ വിലപ്പോയില്ല. ഉടനെ ആൾ അവിടുന്ന് തടിയെടുത്തു, നേരെ ഇറാഖിലേക്ക് പോയി. അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിഭാഗം ആളുകളും പുതിയതായിട്ട് റസൂലിനെ കാണാത്ത ആളുകളാണ്. സഹാബിമാരെ തന്നെ അവർ വളരെ കുറച്ചാണ് കാണുക. അങ്ങനെയുള്ള പ്രദേശമാണ്. അവിടെ കുറച്ച് ദിവസമൊക്കെ തങ്ങി. വേണ്ടത്ര അവിടെയും അവന് വിജയിക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ അവന്റെ ശിഷ്യന്മാരെയൊക്കെ വാർത്തെടുത്തെങ്കിലും അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ വിജയിക്കുന്നില്ല എന്ന് കണ്ടു. അവൻ ഷാമിലേക്ക് എത്തി. അവിടെ ഉള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവാണ്.
പ്രമുഖന്മാരായ സഹാബിമാരും. അവിടെ ഇളകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഉടനെ അവൻ ഈജിപ്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവന് മനസ്സിലായി ഇവിടെയാണ് നമ്മളുടെ മദ്രസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് കണ്ടെത്തുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് അവൻ ഈ ഫിത്നയെല്ലാം നിയന്ത്രിക്കുകയായിരുന്നു എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു സബയിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രകാരന്മാരൊക്കെ ഇബ്നു സബയിന്റെ തലയിലേക്കാണ് ഫിത്നയെല്ലാം വെക്കാറുള്ളത്. ഇബ്നു സബയിന്റെ പ്ലാനിംഗ് ആയിരുന്നു ഈ എല്ലാ കലാപവും പ്രശ്നങ്ങളും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൽ എല്ലാം അങ്ങനെയല്ല. ഇബ്നു സബ അതിനൊരു കാരണമായിരുന്നു. ഈ പറഞ്ഞ ഈ കാരണങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ളൊരു കാരണം മാത്രം. അതല്ലെങ്കിൽ 2-3 രാജ്യങ്ങളെ, സാമ്രാജ്യങ്ങളെ തന്നെ തകർത്തെറിഞ്ഞ, പേർഷ്യക്കാരെയും റോമക്കാരെയൊക്കെ വിറപ്പിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ബുദ്ധിയും അതേപോലെ തന്നെ തന്റെ ഇടവും ദീർഘവീക്ഷണമൊക്കെ ഉള്ള വിശ്വാസികളെ അബ്ദുല്ലാഹ് ഇബ്നു സബയിനെ പോലെ ഒരു കുതന്ത്രക്കാരന് തകർക്കാൻ പറ്റിയതായിരുന്നില്ല ഇസ്ലാമിക സാമ്രാജ്യം. മറിച്ച് ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ അവന്റെ പാട്ടിനനുസരിച്ച് ചാടാൻ പറ്റിയ ആളുകളെ അവൻ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ ഇബ്നു സബയിലേറെ കുഴപ്പക്കാരായ ആളുകൾ ഇസ്ലാമിക നാടുകളിൽ ജീവിച്ചിരുന്നു. അവർക്കൊക്കെ ഒരു ഉണർത്തുപാട്ടാണ് അവൻ നൽകിയത്. അതല്ലെങ്കിൽ പിന്നീട് അവന്റെ റോള് നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആധുനികരായ പല ചരിത്രകാരന്മാരും അവരെ നിഷേധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഈജിപ്തിലൊക്കെ തന്നെ വന്ന താഹ ഹുസൈനെ പോലുള്ള ആളുകളൊക്കെ. അതൊക്കെയാണ് നമ്മളുടെയൊക്കെ നാട്ടിലുള്ള ഈ പരിഷ്കാരികളായ ആളുകൾ വായിക്കാറുള്ളത്. അങ്ങനെ ഒരു സംഭവമല്ല. അത് മുസ്ലിങ്ങൾ ഒരാളെ ഇങ്ങനെ പറയണതാണ്. ക്രിസ്ത്യാനികളുടെ മതം ഷാവൂല് നശിപ്പിച്ചതുപോലെ പൗലോസ് അല്ലെ നശിപ്പിച്ചതുപോലെ പോൾസ് അവന്റെ പേര് അവൻ നശിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ കേടുവരുത്താൻ വേണ്ടി വന്ന ഇബ്നു സബ അതൊരു വെറും കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇസ്ലാമിലേക്ക് ചേർത്തപ്പെടുന്ന നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചരിത്രകാരന്മാർ പറയാറുണ്ട്. ആധുനിക ഷിയാക്കളും അഭിപ്രായക്കാരാണ്. അങ്ങനെ ഇബ്നു സബ ഒന്നുമില്ല, ഒക്കെ ബനൂ ഉമയ്യക്കാർ ചെയ്ത അക്രമങ്ങളും തോന്നിവാസങ്ങളുമാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇബ്നു സബ എന്ന വ്യാജ കഥാപാത്രം എന്നാണ് അവർ പറയാറുള്ളത്. എന്നാൽ അവരുടെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇബ്നു സബ അവരുടെ ഒരു നേതാവായി പറയുന്നുണ്ട്. അവരുടെ വാദം കൂടിയപ്പോൾ അവർ ഒഴിവാക്കി എന്നുള്ളതാണ്. നമ്മളെ സഹീഹ് ബുഖാരിയെ പോലെ കാണുന്ന അൽ കാഫി കുലൈയുടെ, അത് മുമ്പ് നമ്മുടെ ഇടക്കിടക്ക് പറയുന്നതാണ്, അതിലുണ്ട്, മറ്റേ കിതാബിലുണ്ട്. അതിലൊക്കെ അവര് അബ്ദുല്ലാഹ് ഇബ്നു സബയിന്റെ വർണ്ണനകൾ പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പൊക്കി പറഞ്ഞതും അവസാനം ഷർറ എന്നുള്ളത് ആ കാലത്തെ ഷിയാക്കൾ തന്നെ തിരിച്ചറിഞ്ഞതൊക്കെ അവരുടെ ആ ചവറ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ആധുനിക ഷിയാക്കൾ അത് അംഗീകരിക്കാറില്ല. ചുരുക്കത്തിൽ ഇബ്നു സബയിന്റെ വാദങ്ങൾ അത് ഒരുപാട് ഉണ്ട്. ഇനിയുള്ള കലാപകാരികളൊക്കെ അത് ഏറ്റു പറയുന്നത് കൊണ്ട് അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അല്ല, അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, റളിയല്ലാഹു അൻഹും അജ്മഈൻ ഖലീഫമാരായി വരേണ്ടത് അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അലി വരാൻ വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞതുമല്ല. അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇസ്ലാമിക ഖിലാഫത്ത് തകർക്കലാണ്. അതുകൊണ്ട് തന്നെ അലി വന്നതോടുകൂടി അവൻ അലിക്കെതിരായി. അതാണ് നേരത്തെ പറഞ്ഞ ഷിയാക്കൾ കൈമാറി എന്ന് പറഞ്ഞത്. പിന്നീട് അവന് വേറെയാണ്. പിന്നീട് അവൻ ഖവാരിജികളുടെ രൂപത്തിലാണ് അവന്റെ സിദ്ധാന്തങ്ങൾ മുസ്ലിങ്ങളിൽ വ്യാപിപ്പിക്കാൻ തുടങ്ങിയത്. അവനെ സംബന്ധിച്ച് പഴയ കാലത്തെ ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. ഇമാം തൊബരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാക്കിദിയിൽ നിന്നാണ് അത് ഉദ്ധരിക്കുന്നത്. അവരൊക്കെ ആണ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇസ്ലാമിക ചരിത്രം ഉദ്ധരിക്കുന്ന പ്രമുഖരായ ഇമാമുമാരായി മുസ്ലിം ലോകം ഗണിക്കുന്നത്. അവരൊക്കെ അവന്റെ സാന്നിധ്യത്തെ പറ്റിയും അവന്റെ വിശാലമായ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ ഏറ്റവും ദീർഘമായി തന്നെ ഇമാം തൊബരി പേജുകൾ കണക്കിന് ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. ഇവൻ ഒരു വിങ്ങിനെ തന്നെ വാർത്തെടുത്തു. അതല്ലെങ്കിൽ ഒരു ടീം അവന്റെ സ്വഭാവക്കാരായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ഇപ്പോ പ്രവേശിക്കാൻ നേരമില്ല. അവരുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായിരുന്നു ഇറാഖ്. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയാറുണ്ടായിരുന്നല്ലോ, പ്രാർത്ഥിച്ച സമയത്ത് ഇറാഖുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അവിടെ ഒരു സംഘം വളർന്നു വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികൾക്കെതിരായിരുന്നു അവര്. പേർഷ്യക്കാരെ വിട്ടേച്ചു പോയ സാമ്രാജ്യത്തിന്റെ അവകാശികളായി വരേണ്ടത് ഞങ്ങൾ തന്നെയാണ് എന്ന മനസ്ഥിതിക്കാരായ അറബി വിരുദ്ധരായ, അല്ലെങ്കിൽ അറബികളിൽ തന്നെ ഉള്ള ഗോത്രക്കാരാണ്, പക്ഷേ ഖുറൈശികൾക്കെതിരെയുള്ള ഒരു മനോഗതി ഉള്ള ആളുകളായിരുന്നു അവരെന്നൊക്കെ നമുക്ക് പിന്നീട് ദീർഘമായി പരിശോധിച്ചാൽ കാണാൻ പറ്റും. അവരുണ്ടാക്കിയ കുഴപ്പം ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അടിച്ചമർത്താൻ പറ്റിയിട്ടില്ല. അവർ പരാതി പറഞ്ഞു സഅദ് ബിൻ അബി വക്കാസിനെതിരെ ഒന്നാമത്തെ കൂഫ പട്ടണം ഉണ്ടാക്കുകയും അവിടുത്തെ അമീറാവുകയും നിശ്ചയിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിനെതിരെ പല പരാതിയും പറഞ്ഞു. അദ്ദേഹത്തിനെ പിൻവലിച്ചു. എന്നിട്ട് മുഗീറത്ത് ബിൻ ശുഅബ ഏർപ്പെടുത്തി. അത് തന്നെ അവസ്ഥ. അദ്ദേഹത്തിനെ പിന്നീട് തിരിച്ചു വിളിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ അവിടേക്ക് വലീദ് ബിൻ ഉഖബയാണ് പറഞ്ഞു വെച്ചത്.
അത് ദീർഘമായി അടുത്ത ദർസിൽ പറയാം. അദ്ദേഹത്തിനെയും പിൻവലിക്കേണ്ടി വന്നു. വീണ്ടും കുഴപ്പമുണ്ടാക്കിയപ്പോൾ സയ്യിദ് ബിൻ വാസിനെ പറഞ്ഞയച്ചു. നിർത്താൻ പറ്റിയില്ല. അവർ പറഞ്ഞു അബൂ മൂസ അശ്ശരിയാണ് വേണ്ടത്. അദ്ദേഹത്തിനെ അമീറാക്കി നിശ്ചയിച്ചു. അതിനുശേഷമാണ് അവർ കലാപുണ്ടാക്കി മദീനയിൽ വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചു കളഞ്ഞത്. അങ്ങനെ ഖിയാമത്ത് നാളെ വരെ ഷെറിന്റെ ഒരു കേന്ദ്രമായി അവിടുന്ന് വരികയാണ്. അതേപോലെ ഖൈറിന്റെ കേന്ദ്രവും കൂടിയാണത്. ഒരുപാട് ഇമാമുമാർ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത പ്രദേശം ഇറാഖ് പ്രദേശങ്ങളിലാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും അയിമത്തുകളും ജീവിച്ചിരുന്നത്. അതുകൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇറാനിൽ ഇസ്ലാമിക ലോകത്തിലെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ മുഹദ്ദിസുമാരൊക്കെ ജീവിച്ചത് അതിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ്. ഇബ്നു മാജ കസ്വീനുകാരനാണ്. അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമാം നസായി, ഇമാം തിർമിദി, അതൊക്കെ ആ ഭാഗത്തേക്ക് ഖുറാസാനിലേക്കും ഇറാനിലേക്കും ഗണിക്കപ്പെടുന്ന പ്രദേശങ്ങളിലുള്ളതാണ്. അതൊക്കെ അവിടെ തന്നെയാണ് വന്നത്. പക്ഷേ പിൽക്കാലത്ത് അവരെ സിയ രാജ്യമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.